അതെ, നമുക്കൊരു നാടൻ കൊഞ്ച് തീയൽ ഉണ്ടാക്കിയാലോ? അപ്പോൾ വായോ, ഒരു ബൗളിലേക്ക് കൊഞ്ചെടുത്തിട്ടുണ്ടേ. 1/2 കിലോ കൊഞ്ചാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് അങ്ങനെ വെക്കാവേ. അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കൊരു ചട്ടി എടുക്കണം. ഇഷ്ടമുള്ള ചട്ടി എടുക്കുക. അതിലേക്ക് കുറച്ച് ഒരു കപ്പോളം നാളികേരം അല്ലെങ്കിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ചിരകിയത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു മൂന്നാല് എണ്ണം കൊച്ചുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പം അസാധ്യമാണേ. കണ്ടില്ലേ? ഈ ഒരു രൂപമാകുമ്പോൾ നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നോർമൽ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പച്ചമണം മാറ്റി അതൊന്ന് മാറ്റി വെച്ച് ആറിയതിന് ശേഷം നമുക്കതൊന്ന് മഷി പോലെ അരച്ചെടുക്കണേ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ബൗളോളം ചെറിയുള്ളിയും കുറച്ച് തേങ്ങാ കൊത്തും കൂടെ നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക്, ചട്ടിയില്ലായിരുന്നു നമ്മളെടുത്ത്, അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കണേ. ഇനി അതിലേക്ക് ഒരു തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാവേ. ഈ നമ്മൾ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ച കൊഞ്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. ഇനി ആ കൊഞ്ചിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താലോ? ഞങ്ങളുടെ നാട്ടിൽ കൊഞ്ചെന്നാണേ പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ ചെമ്മീനെന്നാവാൻ പറയുന്നത് അല്ലേ? അപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാവേ. അതിൽ നിന്ന് വെള്ളം ഇറങ്ങി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാവേ. വെള്ളം ഇറങ്ങാനായിട്ട് അപ്പോൾ ചെറുതായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ അരച്ച് വെച്ച മഷി പോലെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ആ പാത്രത്തിൽ നിന്നുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി 15 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കാവേ. അപ്പോൾ നമ്മുടെ തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ടേ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് തീയൽ ഉണ്ടാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് എൻ്റെ അമ്മമ്മയാണ്. എൻ്റെ അമ്മമ്മയാണ് എന്നെ തീയൽ വെക്കാൻ പഠിപ്പിച്ചത്. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വിഭവവും തീയലാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു. ബൈ.